വലിയൊരു ബ്രഹ്മാണ്ഡ പാരാവാരമാണ് നമ്മളുടെ കേന്ദ്ര സർക്കാർ. എത്ര വകുപ്പുകൾ, നൂറുകണക്കിന് വകുപ്പുകൾ, അതിൻ്റെയൊക്കെ സെക്രട്ടറിമാർ, മന്ത്രിമാർ, ഇവരൊക്കെ ഡൽഹിയിൽ പോയി കാണണം ഇവരുടെയൊക്കെ കെട്ടിടങ്ങളും ഇരിപ്പും സംഗതി. ഇപ്പോൾ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ബ്യൂറോക്രസിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അടച്ചിട്ട മുറികൾ ഇല്ലാതെയാക്കി നരേന്ദ്രമോദി. അടച്ചിട്ട മുറികളിൽ അത്ര നല്ല കാര്യമൊന്നുമല്ല നടക്കുന്നതെന്ന് മോദിക്കറിയാം. അതുകൊണ്ട് മുറികളെല്ലാം തുറന്നു ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ ആഫീസ് പോലെ ആക്കി. അതൊന്നും നമ്മുടെ സെക്രട്ടറിമാർക്കോ കീഴുദ്യോഗസ്ഥന്മാർക്കോ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ വലിയ നിവേദനമൊക്കെ കൊടുത്തു. എന്തു വാങ്ങിക്കോട്ടെ, നമ്മുടെ വിഷയം അതൊന്നുമല്ല. അപ്പോൾ ഈ CSDS എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ്. അതായത് വികസിച്ച് വരുന്ന സമൂഹത്തെപ്പറ്റി പഠിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 300 ജോലിക്കാരും, ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, മേൽ ഡയറക്ടർ, കീഴ് ഡയറക്ടർ, ഇങ്ങനെ കുറേ തസ്തികകളും സംഗതികളും ഒക്കെ ഉണ്ട്. ഇവർക്കൊക്കെ അടിസ്ഥാനപരമായിട്ട് കെട്ടിടവും ശമ്പളവും ഒക്കെ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സ്ഥാപനം ഒരു NGO പോലെ പ്രവർത്തിക്കുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻറ്റുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് 10 കോടി രൂപ ഇവർക്ക് ഗ്രാൻറ്റ് കൊടുത്തു എന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ പറഞ്ഞു. ഈ CSDSൻ്റെ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വോട്ട് അനലൈസ് ചെയ്തിട്ട് അവർ വലിയ ഡാറ്റയൊക്കെ പുറത്തുവിടും. അതുപോലത്തെ ഒരു ഡാറ്റ എടുത്തിട്ടാണ് ഓഗസ്റ്റ് 7-ാം തീയതി രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയത്. ഓഗസ്റ്റ് 17-ാം തീയതി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർമാരിൽ ഒരാളായ സഞ്ജയ് കുമാർ, അദ്ദേഹം എക്സിൽ, പഴയ ട്വിറ്ററിൽ, മഹാരാഷ്ട്രയിലെ കുറേ ഡാറ്റ പോസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം ഇദ്ദേഹം ഇത് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇട്ടത് തെറ്റായ ഡാറ്റയാണ്, അതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു പൊതുജനങ്ങളോട് എന്ന് പറഞ്ഞു. അത്രയും നല്ല കാര്യം. ആ മനുഷ്യന് കുറച്ചെങ്കിലും ഒരു മനസ്സാക്ഷി ഉണ്ടായില്ല. പക്ഷേ അപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർ മുഴുവൻ ഈ ഡാറ്റ എടുത്ത് കഴിഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, അല്ല, രാഹുൽ ഗാന്ധിക്ക് ഡാറ്റ കൊടുത്തത് ഞാനല്ലല്ലോ. ബട്ട് അല്ല, സഞ്ജയ് കുമാർ കൊടുത്തതല്ല, പക്ഷേ രാഹുൽ ഗാന്ധി എടുത്തതാണ്. യോഗേന്ദ്ര യാദവ്, ഈ CSDSൻ്റെ അദ്ദേഹവും അതിനകത്ത് ജോലിക്കാരനായിരുന്നു. യോഗേന്ദ്ര യാദവ് പറയുന്നത്, ഞാൻ ആം ആദ്മി പാർട്ടിയിൽ ചേർന്ന ആ ദിവസം തന്നെ ഞാൻ CSDS വിട്ടു, അതിൽ നിന്ന് രാജിവെച്ചു എന്നൊക്കെ പറയുന്നു. എന്നാലും യോഗേന്ദ്ര യാദവും ഈ CSDSൻ്റെ ഡാറ്റ എടുത്തിട്ടാണ് ആഴ്ചതോറും ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലേഖനം എഴുതിക്കൊണ്ടിരുന്നതും ഇപ്പോഴും എഴുതുന്നത്. അപ്പോൾ ഈ പഹയന്മാർക്കെല്ലാം തന്നെ ഈ ADR എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയ ആൾക്കാർ, ഈ ബഹളം വയ്ക്കുന്നവർക്കെല്ലാം ഡാറ്റ CSDS എന്നാണ്. അതും കള്ള ഡാറ്റ. ഈ കള്ള ഡാറ്റ ഉണ്ടാക്കാനായിട്ട് ശമ്പളം കൊടുക്കുന്നത് ആരാ? നരേന്ദ്രമോദി സർക്കാർ. പാമ്പിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ നരേന്ദ്രമോദി. മോദിയിൽ വല്ലതും അറിയുന്നുണ്ടോ? അറിയുന്നില്ല. കാരണം എത്ര കാര്യങ്ങളിൽ ഒരാൾക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റുമെന്ന് ഇതൊക്കെ അതാത് വകുപ്പിലെ മന്ത്രിമാർ നോക്കണ്ടേ, ധർമ്മേന്ദ്ര പ്രധാൻ നോക്കണ്ടേ. അല്ലാതെ ഈ കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ലോക്സഭയിൽ ഇത് പറഞ്ഞാൽ മതിയോ? എന്നിട്ടിപ്പോൾ ICSSR എന്ന സ്ഥാപനം വഴിക്കാണ് ഈ ഗ്രാൻറ്റ് കൊടുക്കുന്നത്. ICSSR എന്ന് വെച്ചാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. എൻ്റെ അമ്മേ, വിദ്യാഭ്യാസ വകുപ്പിന് മന്ത്രിയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. അവരുടെ ജോലി തന്നെ ഈ അയിങ്കണ്ട NGOമാർക്കെല്ലാം ഗ്രാൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെന്ത് സോഷ്യൽ സയൻസ് റിസർച്ച് ചെയ്യുന്നു അവർ? ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട് പല പേരുകളിലായിട്ട്. അവർക്കെല്ലാം കാശ് കൊടുക്കുക. ജീവിക്കാനുള്ള കാശ് കേന്ദ്ര സർക്കാർ കൊടുക്കും. ബാക്കി കള്ളത്തരം എഴുതാനുള്ള കാശൊക്കെ മറ്റേ ഫോർഡ് ഫൗണ്ടേഷൻ, കാനഡയിൽ നിന്നുള്ള കാശ്, ഇതൊക്കെയാണ്. അപ്പോൾ CSDS പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കാശ് കൊണ്ട് മാത്രമല്ല. കേന്ദ്ര സർക്കാരിൻ്റെ കാശ് കൊണ്ട് അവർ ശമ്പളം കൊടുക്കും, മറ്റ് ചിലവുകളെല്ലാം നടത്തും, അനാമത്ത് ചിലവുകളെല്ലാം. ബട്ട് അവരുടെ റിസർച്ചിനുള്ള കാശ് ഫോർഡ് ഫൗണ്ടേഷൻ കൊടുക്കും. അങ്ങനെയാണ് അവർ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അവരാണ് ജാതി തിരിച്ചുള്ള റിസൾട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത്.
എനിക്കിന്ന് വരെ മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് വോട്ടർമാർ ഈഴവർ ഇത്ര ശതമാനം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത്. മുസ്ലിങ്ങൾ ഇത്ര ശതമാനമേ BJPക്ക് വോട്ട് ചെയ്തുള്ളൂ. എങ്ങനെ അറിയാം? ഒരു മുസ്ലിം കയറി വന്ന് പുറത്തിറങ്ങി വന്നിട്ട് പറയുമോ ഞാൻ BJPക്കാണ് വോട്ട് ചെയ്തത് അല്ലെങ്കിൽ കോൺഗ്രസ്സിനാണ് വോട്ട് ചെയ്തത്? ഒരു മനുഷ്യൻ പറയില്ലല്ലോ. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ വീഡിയോ തെളിവാണല്ലോ ചോദിക്കുന്നത്. നിങ്ങൾ നടത്തിയ സർവേയുടെ റോ ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല, CSDSൻ്റെ കയ്യിലില്ല. അവരൊരു ഡാറ്റയും നമുക്ക് തരാൻ ബാധ്യസ്ഥരല്ല. അവരുടെ സോഴ്സ് അവർ വെളിപ്പെടുത്തുകയില്ല. അവരാരെ എത്ര പേരെ ഇൻ്റർവ്യൂ ചെയ്തു ഒന്നും പറയില്ല. ഇനി ഇൻ്റർവ്യൂ ചെയ്താൽ തന്നെ ഇതിൻ്റെയൊക്കെ വിശ്വാസ്യത എന്താ? വർഷങ്ങളായിട്ട് ഇവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പണ്ട് രജനി കോത്താരിയൊക്കെ കൂടെയാണ് ഇത് സ്ഥാപിച്ചത് CSDS. രജനി കോത്താരി വലിയ മാന്യനായിരുന്നു, സ്കോളറായിരുന്നു. അന്ന് ഇതിനൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. പോകെ ഇതൊരു BJP വിരുദ്ധ കൂടാരമായിട്ട് മാറി CSDS. അതിപ്പോൾ പുറത്തു വന്നത് ഈ സഞ്ജയ് കുമാറിൻ്റെ മനസ്സാക്ഷി കുത്തുകൊണ്ടാണ്. സഞ്ജയ് കുമാറിൻ്റെ ഡാറ്റ തെറ്റാണെന്ന് മറ്റാരെങ്കിലും തെളിയിച്ചതല്ല, സഞ്ജയ് കുമാർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞതാണ് എനിക്ക് തെറ്റുപറ്റിയെന്ന്. എന്നിട്ട് ആ മനുഷ്യൻ്റെ പേരിൽ മഹാരാഷ്ട്ര സർക്കാർ ദുർബലം എന്ന് പറഞ്ഞാൽ പോരാ, തീരെ ദുർബലം, കോടതിയിൽ പോട്ടെ പോലീസ് സ്റ്റേഷൻ്റെ തിണ്ണയിൽ പോലും നിൽക്കാത്ത 3 വകുപ്പിട്ടിട്ട് സഞ്ജയ് കുമാറിൻ്റെ പേരിൽ ഒരു FIR ഫയൽ ചെയ്തു. എന്നിട്ട് ICSSR CSDSനോട് വിശദീകരണം ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഈ കാശ്മീർ ഫയൽസിലെ പ്രസിദ്ധമായ ഡയലോഗുണ്ടല്ലോ, സർക്കാർ ഉൻകി ഹോഗി ലേക്കിൻ സിസ്റ്റം ഹമാരാ ഹൈ. ഇതാണ് സിസ്റ്റം. കാരണം ഈ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, അതിൻ്റെ സെക്രട്ടറി, അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, അതിൽ ഗ്രാൻഡ് അപ്രൂവ് ചെയ്യുന്ന ആൾ, അതിൻ്റെ കമ്മിറ്റി, ഇവരെല്ലാം ഇവരുടെ കയ്യിലാണ്. ധർമ്മേന്ദ്ര പ്രധാനെ പോലെയുള്ള മന്ത്രിമാർ ഏതപ്പ കോതമംഗലം എന്ന് പറഞ്ഞിട്ട് അവിടെ കസേരയിൽ ഇരിക്കുകയാണ്. ഇവർക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല, അവർക്ക് നേരവുമില്ല അത് മനസ്സിലാക്കാൻ. പ്രൊഫസർ ബറുവ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ പാവം കസേരയിൽ നിന്ന് എണീക്കും. ഇടതുപക്ഷക്കാരോട് പൊതുവെ സംഘപരിവാർ BJPയിലുള്ളവർക്ക് ഒരു മാനസികമായ അടുപ്പമുണ്ട്, അടിമത്വമുണ്ട് പൊതുവെ കേട്ടോ, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. അസാമാന്യമായ ഇൻ്റലക്ച്വൽ അക്യൂമെൻ്റ്, തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ ഇടതുപക്ഷത്തിൻ്റെ ഈ ബൗദ്ധിക ആക്രമണത്തെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങളുടെ വോട്ടൊക്കെ കിട്ടി വരുന്ന BJPക്കാർ ധാരാളമുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇടതുപക്ഷത്തിൻ്റെ ബൗദ്ധിക ആധിപത്യം, ആക്രമണം, ഇതിനെ ചെറുക്കാനുള്ള പാങ്ങില്ലാത്തവരാണ്. അവരോട് ബൗദ്ധികമായ അടിമത്വം പുലർത്തുന്നവരാണ്. ഈ പാമ്പിന് പാല് കൊടുക്കാൻ പാടില്ലാത്തതാണ് എന്ന് തിരിച്ചറിയാമെങ്കിൽ പോലും ഭയന്നിട്ട് അവർ ചെയ്യില്ല. മാത്രമല്ല അവർക്ക് അനുകൂലമായിട്ട് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. പാമ്പിന് പാല് കൊടുക്കണം, ആ പാല് കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കണം എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. വലിയ പ്രയാസമാണ് ഈ മാനസിക നിലയെ മാറ്റിയെടുക്കാൻ. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇതുപോലെ പ്രവർത്തിക്കുന്ന വേറൊരു കമ്പനിയാണ് ICHR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. നിങ്ങൾക്കറിയാമോ ഈ മലബാർ ലഹള, മാപ്പിള ലഹള, അത് സ്വാതന്ത്ര്യ സമരമല്ല എന്ന് പറഞ്ഞ് ചരിത്രകാരന്മാർ എഴുതി കൊടുത്തിട്ടും അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ അത് കൾച്ചറൽ സെക്രട്ടറിയാണ്. കൾച്ചറൽ സെക്രട്ടറിക്ക് സമ്മതമല്ല, പോടപ്പുല്ലേ എന്ന് പറഞ്ഞത് മറ്റാരോടുമല്ല, പത്മശ്രീ കിട്ടിയ ഡോക്ടർ CI ഐസക്, മലയാളി, അദ്ദേഹത്തോടാണ്. CI ഐസക്കിന് പരിചയമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചാൽ നിങ്ങളോട് അദ്ദേഹം പറയും ഈ സത്യാവസ്ഥ. ഇതാണ് കേന്ദ്ര സർക്കാരിൽ സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, തിരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് ഒക്കെ നടക്കുന്ന കൊള്ളയടിക്കൽ. രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ബീഹാറിൽ നടക്കുകയാണ്, യാത്ര നടക്കുകയാണ് പുള്ളി. ഈ യാത്രയിലും ഭീകരമായൊരു കള്ളത്തരം. ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് കോൺഗ്രസ്സുകാർ പറയും, ചേച്ചിയുടെ വോട്ടർ പട്ടികയിൽ നിന്ന് എടുത്ത് കളഞ്ഞു കേട്ടോ. അയ്യോ അതെങ്ങനെ പോയി? ഞങ്ങൾക്കറിയില്ല. അയ്യോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കൂടെ വാ, രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട് ഇതേ അപ്പുറത്ത്
പുള്ളിയെടുത്ത് പോയി പറഞ്ഞാൽ മതി, അതിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാകും. അപ്പോൾ ചേച്ചിക്കൊരു സന്തോഷം, രാഹുൽ ഗാന്ധിയും കാണാം, നമ്മുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ പത്രത്തിൽ ചാനലിലൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചേച്ചി പോകും. വീഡിയോ എടുക്കുന്നു, രാഹുൽ ഗാന്ധി ചോദിക്കുന്നു എന്താ ചേച്ചി? അപ്പോൾ ചേച്ചി പറയുന്നു എൻ്റെ വോട്ടർ പട്ടികയിൽ നിന്ന് എൻ്റെ വീട്ടിലെ 6 പേരുടെയും വോട്ട് കളഞ്ഞു. രാഹുൽ ഗാന്ധി പറയുന്നു കണ്ടോ കണ്ടോ, പാവപ്പെട്ട ഗ്രാമീണ സ്ത്രീയുടെ വോട്ട് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തിരിച്ചു വരുന്നതിൻ്റെ പിന്നാലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാർ ഇവരുടെ വീട്ടിൽ പോകുന്നു, അവരും വീഡിയോ എടുക്കുന്നു. അവർ ചോദിക്കുന്നു ചേച്ചിയോട് ആര് പറഞ്ഞു വോട്ടർ പട്ടിക എന്ന് പേര്? അല്ല, അത് കോൺഗ്രസ്സുകാർ പറഞ്ഞു. ദേ വോട്ടർ പട്ടിക, ചേച്ചിയുടെ പേരല്ലേ ഇത്? അതെ. ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേരല്ലേ? അതെ. ഇത് പിള്ളേരുടെ പേരല്ലേ? അതെ. വോട്ടർ പട്ടികയിൽ പേരില്ലേ? അപ്പോൾ ഉണ്ട്. അപ്പോൾ പിന്നെ ചേച്ചി ഇല്ല എന്ന് രാഹുൽ ഗാന്ധിയോട് പോയി പറഞ്ഞതോ? അത് അവർ വന്ന് പറഞ്ഞെന്നേ വോട്ടർ പട്ടികയിൽ പേരിൽ. ഞാനിത് നമ്മളാരെങ്കിലും വോട്ടർ പട്ടികയും തലയ്ക്ക് വെച്ചാണോ കിടന്നുറങ്ങുന്നത്? എത്ര പേരുടെ വീട്ടിലുണ്ട് വോട്ടർ പട്ടികയുടെ കോപ്പി? ഇല്ലല്ലോ. ആരെങ്കിലും പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കും. നാട്ടിലെ രാഷ്ട്രീയക്കാരൻ വന്നിട്ട് ചേട്ടൻ്റെ പേര് പട്ടികയിലില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പിന്നാലെ പോവും. ഇതാണല്ലോ ഈ കള്ളത്തരമാണ്. ഇത് 1ഉം 2ഉം അല്ല, 5ഓ 6ഓ എണ്ണം ഇപ്പം തന്നെ പൊളിഞ്ഞു കഴിഞ്ഞു. ആകെ കൂടെ 6 പേരെയാണ് രാഹുൽ ഗാന്ധി വിളിച്ച് കയറ്റിയത്. ഈ 6 പേരുടെയും കള്ളത്തരമാണെന്ന് തെളിഞ്ഞു. എന്നിട്ടും രാഹുൽ ഗാന്ധി കള്ളവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതൊരു രാഷ്ട്രീയ ക്യാമ്പയിനാണെന്ന് വെച്ചോ. പക്ഷേ ഈ ഒഫീഷ്യലി ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? സഞ്ജയ് കുമാർ കുറ്റമെങ്കിലും സമ്മതിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ സഞ്ജയ് കുമാറിന് മാപ്പ് കൊടുക്കണം. അയാൾ ആദ്യമായിട്ട് ഈ കള്ളത്തരം പുറത്ത് കൊണ്ടുവന്നല്ലോ. ഞങ്ങൾ ഇങ്ങനെയുള്ള കൊളേതായ്മകളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ആ മനുഷ്യൻ വിളിച്ച് പറഞ്ഞല്ലോ. അതുകൂടാതെ എത്ര പ്രൊഫസർമാരൊക്കെ ഉണ്ടെന്നറിയാമോ? പ്രൊഫസർ ബറുവ എന്നൊക്കെ പറഞ്ഞു. എത്ര പേര് ടി വിയിലൊക്കെ ഇവന്മാരുടെ ആർഗ്യുമെൻറ്റ്സ് കാണണം. എങ്ങനെയെങ്കിലും ഭാരതത്തിലെ ഇലക്ഷൻ കമ്മീഷൻ ഇല്ലാതെയാക്കണം, ജനാധിപത്യം ഇല്ലാതെയാക്കണം, നക്സലൈറ്റുകളുടെ കയ്യിലേക്ക് അധികാരം പോകണം. ഇവരൊക്കെയാണ് അർബൻ നക്സൽസ്. ഈ കാട്ടിലെ നക്സലുകളെ നേരിടാൻ അമിത്ഷായ്ക്ക് സാമർഥ്യമുണ്ട്. പക്ഷേ നാട്ടിലെ നക്സൽ, നഗരത്തിലെ നക്സൽ, അർബൻ നക്സൽ, ഇവരെ നേരിടാനുള്ള ഒരു സംവിധാനം ആയിട്ടില്ല. ഇപ്പോൾ വർഷം 11 ആയല്ലോ. ഇനിയെങ്കിലും ഈ പാമ്പുകൾക്ക് പാല് കൊടുക്കുന്നത് നിർത്തിയിട്ട് ഇവരുടെയൊക്കെ പത്തി നോക്കി അടിക്കാൻ നരേന്ദ്രമോദി തയ്യാറാവണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. അതില്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതിനുള്ള നടപടികൾ എടുക്കണം എന്ന് ഞാൻ പ്രധാനമന്ത്രിയോട് നിങ്ങളിലൂടെ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.